അടിപൊളി. അയ്യോ ഗായ്സ്, അപ്പൊ ഇതാണ് പെട്ടി. ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. ഒരു 25 കിലോന്റെ പെട്ടിയാണ് നാട്ടിൽ നിന്ന് കൊറിയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കിത് പൊട്ടിച്ച് ഇതിനുള്ള എന്തൊക്കെയാന്നുള്ളത് ഒരുമിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, അടിപൊളി. പെട്ടി പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ക്രീമൊക്കെ പൊട്ടി പെട്ടിയിലായതാണ് കണ്ടത്. അപ്പോൾ തന്നെ നെഞ്ച് തകർന്നു. ഈ സ്പായുടെ ക്രീമാണ് പൊട്ടിയത്. പിന്നെ വേറെ ഡാമേജ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതിലേക്കൊന്നും ആയിട്ടുണ്ടായില്ല. കവറിൽ തന്നെയായിരുന്നു പൊട്ടി ലീക്കേജ് ആയത്, വേറെ ഇതിലൊന്നും വന്നില്ല. ഞാൻ നിൽക്കുന്ന വീട്ടിൽ ഹോസ്റ്റ് മദർ ഒന്നും പറയാണ്, വലിയ പെട്ടിയാണല്ലോ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ വർത്താനം പറഞ്ഞ് പുള്ളിക്കാരത്തി അങ്ങ് പോയി. പിന്നെ എടുത്തത് ആട്ടപ്പൊടിയും ഉപ്പുമാവിൻ്റെ പൊടിയും ഒരു വലിയ പാക്കേജ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ റോസ്മേരി വാട്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സ്കിൻ കെയർ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഡ്രൈ ലെമണും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടുത്തെ കടകളിൽ ഞാനിത് നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ എനിക്ക് എക്സൈറ്റഡ് ആയിട്ട് തോന്നിയത് ഈ ചിരട്ടപ്പുട്ടിൻ്റെ കുറ്റിയാണ്. ഇത് വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തയച്ചതാണ് വീട്ടിലുണ്ടായിരുന്നത്. പിന്നെ കായ വറുത്തത്, ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ഓണത്തിൻ്റെ ഒരു ഫീൽ വന്നു. കായ വറുത്തത് കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ കുറേ പൊടികളൊക്കെ ഉണ്ടായിരുന്നു, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടികളുണ്ടായിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മിക്സർ, ഇത് ഞാൻ പറഞ്ഞയപ്പിച്ചതാണ്, എനിക്ക് മിക്സർ തിന്നാൻ തോന്നിയിട്ട്. പിന്നെ കുറേ സ്കിൻ കെയർ, ലിപ് ബാം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് പൊട്ടിച്ച് നോക്കി. ഓൾമോസ്റ്റ് എല്ലാം A to Z കാര്യങ്ങൾ ഫുൾ അമ്മ കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും സങ്കടമൊക്കെ വന്നു. പിന്നെ എല്ലാം കുറേ പാക്കേജിലാക്കി ഇങ്ങനെ പൊതിഞ്ഞാണ് വെച്ചേക്കുന്നത്. അത് തുറന്നപ്പോൾ തന്നെ എൻ്റെ പകുതി ജീവൻ പോയി. കാരണം അപ്പോഴേക്കും ഞാൻ ടയേർഡായി. ഫുൾ നന്നായിട്ട് സെക്യൂറായിട്ട് പൊതിഞ്ഞിട്ടാണ് എല്ലാം കൊണ്ടുവന്നത്. എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എല്ലാം, പിന്നെ ഇത് മെയിൻ സാധനം, ഇതാണ് എൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുത്തു വിട്ടതാണ്. ഇത് ഞാൻ ഫസ്റ്റ് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി, വേറെ ഒന്നും പൊട്ടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല. ഏറ്റവും ആദ്യം ഇതാണ് കണ്ടപ്പോൾ തന്നെ പൊട്ടിച്ച് നോക്കി. അത് കഴിഞ്ഞിട്ടുള്ള മെയിൻ സാധനമാണ് ഉപ്പിലിട്ട സാധനങ്ങൾ. ഇതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ട്. ജാതിക്ക ഉണ്ടായിരുന്നു, നെല്ലിക്ക ഉണ്ടായിരുന്നു, മാങ്ങ ഉണ്ടായിരുന്നു. പിന്നെ മണം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇപ്പം തന്നെ പൊട്ടിച്ച് തിന്നണമെന്നായിരുന്നു. നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കുറേ പേപ്പറൊക്കെ ഇട്ട് സെല്ലോ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടൊക്കെ ആയിരുന്നു. ഒരു വിധത്തിൽ എല്ലാം തുറന്ന് കഴിഞ്ഞിട്ടായാലും ടിന്ന് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിന് ഞാൻ കുറേ കഷ്ടപ്പെട്ടു. ലാസ്റ്റ് എനിക്ക് എൻ്റെ ക്ഷമ നശിച്ചു ഇത് തുറക്കാൻ നോക്കി. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് കുത്തി തുറന്നു. ഇത് തിന്നു കഴിഞ്ഞപ്പോൾ ഫീല്, അത് എൻ്റെ പൊന്നെ, ഇത്ര നാളും വായിൽ രുചി അറിയാണ്ട് എരിവും പുളിയും ഉപ്പൊക്കെ കൂടി ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫീലായിരുന്നു. കാരണം ഇവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇവിടുത്തെ ഭക്ഷണ രീതി എങ്ങനെയാണെന്നുള്ളത്. അത് ഭയങ്കര ഒരു പ്രത്യേക ഫീലായിരുന്നു. പിന്നെ അമ്മ കാന്താരി മുളക് ഉപ്പിലിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മണത്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു സന്തോഷമായി. കഴിച്ച് നോക്കാൻ പറ്റിയില്ല. പിന്നെ ഇതൊക്കെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുത്തുവിട്ടതാണ് അമ്മ ഓണായിട്ട്. പിന്നെ ഇതാണ് എൻ്റെ ഓണക്കോടി. സെറ്റുമുണ്ട് മതിയെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ സെറ്റുമുണ്ടാണ് കൊടുത്തയച്ചത്. അപ്പോൾ ഇതായിരിക്കും ഓണത്തിന് എടുക്കണേ. അപ്പം ഞാൻ കുറേ മണത്തൊക്കെ നോക്കാം, പുതിയ ഡ്രസ്സിൻ്റെ മണമൊക്കെ. പിന്നെ ഇതും ഒരു ചുരിദാറിൻ്റെ ടോപ്പാണ്, വീട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ്. അതുപോലെ കുറേ ടോപ്പുകൾ, ജീൻസിനിടാൻ പറ്റിയ കുറേ ടോപ്പുകൾ, ബനിയനുകൾ, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സാരി കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇത് അമ്മയുടെ സാരി കേട്ടോ. പിന്നെ ഒരു ബനിയൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫേവറേറ്റ് ബനിയനാണ്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഗൈസ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊറിയർ ചെയ്യിച്ചത്. ഒരു ലോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയാണ് എൻ്റെ നാട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ ഞങ്ങൾ കാണിച്ചത് ഇതൊക്കെ ഒന്ന് ഒതുക്കട്ടെ, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ്. എനിക്ക് എന്താണെന്നറിയില്ല, എൻ്റെ വീട് ഇവിടെ വന്ന പോലെ ഇപ്പോൾ ഈ റൂമിൽ ഫുൾ അച്ചാറിൻ്റെയും ഭയങ്കര മണമാണ്. മെയിനായിട്ട് അമ്മയുടെ മാന്തളിര് പൊടിച്ചത്, മാന്തളിര് വറുത്ത് അമ്മ പൊടിക്കും. ഒരു പ്രത്യേക സ്റ്റൈലിൽ അമ്മ ചെയ്യുന്നത്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത സാധനം അതാ. അച്ചാറൊക്കെ മിസ് ചെയ്തു, പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് അതാ. കാരണം വീട്ടിൽ കറിയൊന്നും ഇല്ലാത്ത ടൈമിൽ അമ്മ ഈ സാധനം ഉണ്ടാക്കും. അപ്പം ഇത് മാത്രം വെച്ചാൽ നമുക്ക് ചോറ് തിന്നാം, അത്രയും ടേസ്റ്റാണ്. അതൊക്കെ കിട്ടി തിന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനും വിഷമവും ഉള്ളിൽ. എനിവേ, മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് താങ്ക് യു പറയാനുള്ളത് ട്രാൻസിറ്റ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ കൊറിയർ സർവീസിലാണ്. കാരണം ഞാൻ കുറേ ഏജൻസീസിനെ ഇൻസ്റ്റാഗ്രാം കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു. നാട്ടിലുള്ള ഏജൻസീനെ, പിന്നെ പോസ്റ്റ് ഓഫീസ് വഴി അയക്കാൻ പറ്റുമോ, അങ്ങനെ കുറേ ഓപ്ഷൻസ് നോക്കിയായിരുന്നു. പക്ഷെ ഭയങ്കര കത്തി വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വില. 1 kg നല്ല എമൗണ്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് നാട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ അയക്കുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അത് അഫോർഡബിൾ അല്ല.
പക്ഷെ ഇവര് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് കൊറിയർ ചെയ്ത് തന്നത് എനിക്ക്. സർവീസ് ആവശ്യം ഉണ്ടെങ്കിൽ എന്തായാലും അവരെ കോണ്ടാക്ട് ചെയ്യുക. കൊറിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, പൈസ ഇല്ല, പൈസ കുറവ് നോക്കി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. സോ ഗായ്സ്, ഇപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. റൂം ഫുൾ മെച്ചി ആയേക്കാണെങ്കിൽ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ. ഇപ്പം തന്നെ ഏകദേശം 1 മണി ആയിട്ടുണ്ട്. സോ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ, ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്. അപ്പം ഇനി എന്തെങ്കിലും ഇൻഫോർമേഷൻസും എന്തെങ്കിലും സജഷൻസും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.